ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ കോസ് ടാൻ ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇക്വേഷൻസ് ഉപയോഗിച്ചും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിലിവിടെ 90 ഡിഗ്രി ഉണ്ട്. ഈ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് എ ബി സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് സൈൻ കോസ് ടാൻ ഒക്കെ തന്നെ ഞാൻ പറയുന്നത് ഈ ആംഗിളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കൊടുക്കുന്ന സൈഡ്, അതാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുന്ന സൈഡിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസൻറ്റും ഓപ്പോസിറ്റ് മാർക്ക് ചെയ്യുക. ഹൈപ്പോട്ന്യൂസ് എപ്പോഴും വലിയ സൈഡായിരിക്കും. ഇനി ഞാൻ സി വെച്ച് പറയുകയാണെങ്കിൽ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതും അഡ്ജസൻറ്റ് സൈഡ് ഇതുമായിരിക്കും. ഓക്കെ, അത് ഓരോ ആംഗിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മുടെ സൈൻ. അപ്പോൾ സൈൻ ഓഫ് എ അഥവാ സൈൻ എ എന്ന് പറയുകയാണെങ്കിൽ സൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബി സി എന്നും ഹൈപ്പോട്ന്യൂസ് എ സി എന്നും മാർക്ക് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി ബൈ എ സി. ഈ ട്രയാങ്കിൾ എ ബി ബൈ എ സി ആണ്. ഇനി മറ്റൊന്ന് ടാൻ എ ആണ്. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അത് ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് ബി സിയും അതുപോലെ തന്നെ അഡ്ജസൻറ്റ് സൈഡ് കാണുന്നത് എ ബിയുമാണ്. ഓക്കെ, ഇത് മൂന്നുമാണ് ഏറ്റവും ബേസിക് ആയ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇത് കൂടാതെ മറ്റു 3 എന്ന് പറഞ്ഞത് നാലാമതായി വരുന്നത് കൊസീക്ക് എ ആണ്. ഈ കൊസീക്ക് എ എന്ന് പറഞ്ഞത് സൈനയുടെ റെസിപ്രോക്കലാണ്. അതായത് സൈനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ കൊസീക്ക്. അപ്പോൾ എന്തായി മാറും? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണല്ലോ. ഇത് തിരിച്ചിട്ടുള്ള ആരെ മാറും? ഇത് ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് ഈ ട്രയാങ്കിൾ പ്രകാരം എ സി ബൈ ബി സി എന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം എന്നില്ല. ഈ ഒരു വാല്യൂ ഓരോ ട്രയാങ്കിൾ മാറാം. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കേണ്ടത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അതുള്ളതാണ്. ഇനി മറ്റൊന്ന് സീക്ക് എ ആണ്. സീക്ക് എ എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമ്മൾ 1 കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോസിന്റെ ഇക്വേഷൻ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണല്ലോ. അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്. ദാറ്റ് ഈസ് എന്ത് വരും? എ സി ബൈ എ ബി എന്നായി മാറും. ഇനി മറ്റൊന്ന് ലാസ്റ്റ് വൺ കോട്ട് എ ആണ്. കോട്ട് എ എന്ന് പറഞ്ഞത് നമ്മുടെ 1 ടാൻ എ ആണ്. ടാൻ എയുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആയതുകൊണ്ട് തന്നെ കോട്ടെ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ എടുക്കുക തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആരെ മാറും? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് മാറും. അതായത് എ ബി ബൈ ബി സി എന്നാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ടാനെയും കോട്ടയും നമുക്ക് സൈൻ്റെയും കൊസിൻ്റെയും ടേബിൾ പറയാനേ സാധിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടാനയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടാനയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എന്നാണ്. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻസ് ആണ്. മറ്റുള്ള മൊഡ്യൂളുകളിൽ ഇത് ആവശ്യമുണ്ട് മെയിനായിട്ട്. ഇനി കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ ബൈ സൈൻ എ ആണ്. കാരണം ടാൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ. അപ്പോൾ കോസ് എ ബൈ സൈൻ എ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ പഠിച്ചു വെക്കാവുന്ന 2 ഇക്വേഷൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ നോക്കാനുണ്ട്. അതായത് ക്വാഡ്രൻറ്റുകൾ എന്ന് പറയും. അതായത് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 0 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ളത് 90 ഡിഗ്രി അഥവാ π/2 നമ്മൾ റേഡിയനിൽ പറയുമ്പോൾ π/2 എന്ന് പറയും. ഇവിടെയുള്ളത് 180 ഡിഗ്രി അഥവാ പൈ എന്ന് പറയും. ഇത് നമ്മൾ 270 ഡിഗ്രി ഓർ 3π/2 എന്ന് പറയുന്നത്. തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 360 മാറുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യുന്നപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയും. നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദിസ് വൺ തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 0 മുതൽ 90 വരെയുള്ള ആംഗിൾസിലെല്ലാം തന്നെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവാണ്. ഓൾ പോസിറ്റീവ്. എല്ലാ ട്രിഗണോമെട്രിക് പോസിറ്റീവാണ്. എന്നാൽ
സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവായി വരുന്നത് സൈനും അതുപോലെ തന്നെ സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്കും മാത്രമാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ളത്. അതായത് 90 മുതൽ 180 വരെയുള്ള ഏത് ആംഗിൾ എടുത്തു നോക്കിയാലും സൈൻ കൊസീക്കിന്റെ വാല്യൂസ് മാത്രമേ പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടെ ആണെങ്കിൽ ടാനും റെസിപ്രോക്കൽ കോട്ടുമാണ് ഇവിടെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കാം. ഓക്കെ, 180ക്കും 270ക്കും ഇടയിൽ ടാനും കോട്ടും ആയിരിക്കും പോസിറ്റീവ് വരുന്നത്. ഇനി 270ക്ക് 360ക്ക് ഇടയിൽ എപ്പോഴും കോസിന്റെ റെസിപ്രോക്കൽ സീക്കും ആയിരിക്കും അവിടെ എന്തായിരുന്നത് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇവിടെ ഫസ്റ്റിലെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, തേർഡില് ടാനും കോട്ടും, ഫോർത്തില് കോസും സീക്കുമാണ് പോസിറ്റീവ്. അപ്പൊ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു കോഡ് പൊതുവെ പഠിക്കലുണ്ട്, ASTC എന്നൊക്കെ. ഇതിന് പലതരത്തിൽ പറയാറുണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്, ലൈക്ക് അങ്ങനെ പലതരത്തിൽ. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ASTC പഠിച്ചാൽ മതി. ഫസ്റ്റിൽ എല്ലാവരും പോസിറ്റീവ്, ഓൾ പോസിറ്റീവ്, സെക്കൻഡിൽ സൈൻ, തേർഡിൽ ടാൻ ആൻഡ് ഫോർത്തിലെ കോസ്. പിന്നെ റെസിപ്രോക്കൽസും അതിന് പോസിറ്റീവ് ആയിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഇതിൽ ഒരു പ്രോബ്ലമാണ്, ഇഫ് സൈൻ A is equal to -4/5 and A lies in the third quadrant, find all other trigonometric ratios അല്ലെങ്കിൽ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ ഓൾ അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പറയാൻ ചിലപ്പോൾ ക്വസ്റ്റ്യനില് T ഫംഗ്ഷൻസ് എന്ന് പറയാറുണ്ട്. ഫൈൻഡ് ഓൾ അതർ T ഫംഗ്ഷൻസ്. അപ്പൊ T ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അതിപ്പോൾ എക്സാമിന് അതായിരിക്കും വരുമ്പോൾ നമ്മൾ ഡൗട്ട് അടിക്കും, എന്താണ് T ഫംഗ്ഷൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതില് ഇതിന് ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു എളുപ്പമായ മാർഗം, ഇത് സാധാരണ 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ആയിട്ടാണ് വരാറുള്ളത്. അതിൽ പൊതുവെ 5 മാർക്കിനാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, തന്നിട്ടുള്ള ആൾ ആരാണ്? സൈൻ A is equal to -4/5 ആണ് അല്ലെ. അപ്പോ സൈൻ ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ പഠിച്ചത് ഇക്വേഷൻ എന്തായിരുന്നു? തൊട്ട് മുമ്പത്തെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. സൈൻ ഇക്വേഷൻ അതിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഈ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് ഇവിടെ A എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ A മാർക്ക്. ഒരു കാരണവശാലും ഇവിടെ 90യുടെ അവിടെ കൊണ്ട് A എഴുതരുത്. ഓക്കെ, ഇവിടെ പറയുന്നത് Aയോ Bയോ എന്തോ ആയിക്കൊള്ളട്ടെ, Cയോ എന്തായിക്കൊള്ളട്ടെ, അത് എവിടെ മാർക്ക് ചെയ്യുക? ഈ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ മുകളിൽ മാർക്ക് ചെയ്യുക. പക്ഷെ ഇപ്പോഴും താഴെ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് അല്ല, നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ B എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ C എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസ് മാർക്ക് ചെയ്യുക. എയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ന്യൂസ്. ഇതിന് തൊട്ടടുത്ത് കാണുന്ന ഇയാളാണ് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എത്രയാണ്? ഈ ഒരു നമുക്ക് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അത് 4 ആണെന്ന് കിട്ടും. അതുപോലെ ഹൈപ്പോട്ന്യൂസ് നമുക്ക് കിട്ടുന്നത് 5 ആയിട്ടാണ്. നമുക്കിനി അഡ്ജസൻറ്റ് സൈഡ് കാണാം അല്ലേ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഇതിൽ. പൈതഗോറസ് തിയറം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പം ഞാൻ പൈതഗോറസ് തിയറത്തിന്റെ നോർമൽ ഡെഫിനേഷൻ അല്ലാതെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് ഹൈപ്പോട്ന്യൂസ് ആണ് കാണുന്നതെങ്കിൽ നമുക്കറിയാം ഹൈപ്പോട്ന്യൂസ് ആണ് ഏറ്റവും വലുതെന്ന് അറിയാം. അപ്പൊ ഹൈപ്പോട്ന്യൂസ് ആണ് റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സ്ക്വയർ. ഞാൻ തൽക്കാലം നമ്മൾ ട്രയാങ്കിൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന വെച്ചിട്ടാണ് പറയുന്നത്. ശരിക്കും ബേസും ഹൈറ്റും എന്നൊക്കെയാണ് പറയുക. അതൊക്കെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഹൈപ്പോട്ന്യൂസ് കാണാനായിട്ട് റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സ്ക്വയർ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ആണ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഹൈപ്പോട്ന്യൂസ് ആണ് ഏറ്റവും വലുത്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ബാക്കി എല്ലാം കാണണമെങ്കിൽ മൈനസ് ആണ് എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഓപ്പോസിറ്റ് കാണണമെങ്കിൽ ആര് വന്നിട്ടുണ്ടായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ആണെങ്കിൽ ആര് വന്നിട്ടുണ്ടായിരിക്കും? ഓപ്പോസിറ്റും അഡ്ജസന്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സ്ക്വയർ കണ്ടിട്ട് റൂട്ട് എടുക്കുന്നത്. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് കാണണമെങ്കിൽ ഹൈപ്പോട്ന്യൂസും അഡ്ജസന്റ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വലുത് ഹൈപ്പോട്ന്യൂസ് ആണല്ലോ. അപ്പോൾ ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ നിന്നും ആര് മൈനസ് ചെയ്യുക? അഡ്ജസന്റ് സ്ക്വയർ മൈനസ് ചെയ്യുക. കാരണം വലുത് എപ്പോഴും ഹൈപ്പോട്ന്യൂസ് ആണ്, അത് കാണാൻ മാത്രമേ പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റതെല്ലാം ചെറുതാണ്, അപ്പം നിങ്ങൾ മൈനസ് ചെയ്യണം. ഈ വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ അഡ്ജസന്റ് സ്ക്വയർ. ഇനി അഡ്ജസന്റ് ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സ്ക്വയർ. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. നമ്മളിത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പാസ്സാവാനുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുള്ളൂ. അതായത് എങ്ങനെയെങ്കിലും ഇതൊരു മാത്സ് പാസ്സായി എടുക്കണമെന്ന കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഇത് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ രീതിയിലാണ് പറയുന്നത്. കുറച്ചും കൂടെ ഒക്കെ മാർക്ക് ചെയ്യും ചെയ്ത കുട്ടികൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അഡ്ജസന്റ് സൈഡ് കണ്ടെത്തണം അല്ലേ. അപ്പോൾ അഡ്ജസന്റ് സൈഡ് കാണാൻ നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ പഠിക്കുകയുണ്ടായി. എന്താണ്?
റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആരാണ് ഓപ്പോസിറ്റിന്റെ സ്ക്വയർ ആണ് അല്ലേ. ഹൈപ്പോട്ന്യൂസ് തന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹൈപ്പോട്ന്യൂസിന് സ്ക്വയർ മറ്റേ സൈഡ് സ്ക്വയർ കുറയ്ക്കാൻ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസിന്റെ വില എത്രയാണ് ഇവിടെ 5 ആണ് അല്ലേ. സോ 5 സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം. 25 മൈനസ് 16 എന്ന് വരും, ദാറ്റ് ഈസ് റൂട്ട് 9. സോ ആൻസർ വരുന്നത് 3 ആണ്. ഒരു കാര്യം കൂടെ പൊതുവെ പലർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, അതായത് ഇവിടെ നമ്മൾ പ്ലസ് എന്നോ മൈനസോ എടുത്തിട്ടില്ലല്ലോ. അത് വേണ്ട, സൈഡ് എടുക്കുമ്പോൾ നമ്മൾ ഈ പ്ലസും മൈനസ് ഇട്ട് കൊടുക്കുന്നില്ല. ഈ പ്ലസും മൈനസും വരുന്നത് ക്വാഡ്രന്റ് നോക്കിക്കണ്ടാണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാൻ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് 3 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് നമ്മൾ 3 ഇവിടെ മാർക്ക് ചെയ്ത് ട്രയാങ്കിളിൽ മാർക്ക് ചെയ്തു. ഇപ്പോൾ ട്രയാങ്കിളിൽ 3 സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ മറ്റു ട്രിഗണോമെട്രി റേഷ്യോസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സൈന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള സൈഡുകൾ കാണുമ്പോൾ ആദ്യം കാണാം കോസെ കണ്ടുവരാം. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് കോസെ കാണും. അപ്പോൾ 6 ട്രിഗണോമെട്രി റേഷ്യോയിൽ ഒരെണ്ണം തന്നിട്ടുണ്ടായിരിക്കും, മറ്റത് 5 കണ്ടെത്തി വരിക. അപ്പോൾ കോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ് പഠിച്ചിരുന്നത് അല്ലേ. അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇപ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് കിട്ടിയത് എത്രയാണ്? 3 ആണ്. ഹൈപ്പോട്ന്യൂസ് കിട്ടിയത് 5 ആണ്. അപ്പോൾ അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് എന്ത് വരും? 3/5 എന്ന് വരും. ഇനി അടുത്തത് tan A ആണ്. അപ്പോൾ tan A യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് വരുന്നത്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരാ? 4ഉം അഡ്ജസ്റ്റന്റ് സൈഡ് ആരാണ്? 3ഉം ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് 4/3 എന്ന് വരും. ഇനി തേർഡ് നമുക്ക് കാണുമ്പോൾ ഇനി ബാക്കിയുള്ളതല്ല. ഇപ്പോൾ ഈ 3 കിട്ടിക്കഴിഞ്ഞാൽ മറ്റതെല്ലാം കണ്ടെത്താൻ എളുപ്പമാണ്. ഇപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? കൊസീക്ക് എന്ന് വെച്ചാൽ സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സൈൻ്റെ ആൻസർ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ സൈൻ നമുക്ക് തോടെ തന്നിട്ടുണ്ട് 4/5 എന്നുള്ളത്. അപ്പോൾ തിരിച്ചിട്ട് അത് 5/4 എന്നായി മാറും. ഓക്കെ, ഇനി ഫോർത്ത് വൺ സീക്ക് എന്ന് വെച്ചാൽ 1/cos ആണ്. കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കോസ് കണ്ടാൽ തിരിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 5/3 എന്ന് വരും. നമ്മളെപ്പോഴും ഇക്വേഷൻസ് കൂടെ എഴുതി ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത് തെറ്റ് പറ്റുകയാണെങ്കിൽ ഇക്വേഷൻസിൻ്റെ ഒരു മാർക്കിൽ നമുക്ക് കിട്ടുമല്ലോ. ഇനി കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan ആണ്. അപ്പോൾ എന്ത് വരും? tan റെസിപ്രോക്കൽ എടുക്കുക. tan റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 4/3 തിരിച്ചു കിട്ടുമ്പോൾ ആരെ മാറും? 3/4 എന്ന് മാറും. ഇനിയാണ് നമുക്കിവിടെ ക്വാഡ്രന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ഇവിടെ ക്വാഡ്രന്റ് പറഞ്ഞേക്കുന്നത് ഏത് ക്വാഡ്രന്റ് ആണ്? യെസ്, തേർഡ് ക്വാഡ്രന്റ് ആണ് അല്ലേ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്? തേർഡ് ക്വാഡ്രന്റിൽ നമുക്ക് പോസിറ്റീവ് ഉള്ളത് ആര് മാത്രമായിരുന്നു? നമ്മുടെ tan ആൻഡ് കോട്ടാണ് പോസിറ്റീവ് ഉള്ളത് അല്ലേ. അപ്പോൾ ബാക്കി എല്ലാ ആളുകളും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ഇവിടെ ഓൾറെഡി സൈൻ നെഗറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് നെഗറ്റീവ്, tan പോസിറ്റീവ് ആണ്. ഇനി കൊസീക്ക് നെഗറ്റീവ് ഇടാം, സീക്ക് നെഗറ്റീവ് ഇടാം. കോട്ട് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈൻ എന്നിട്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ക്വാഡ്രന്റ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലസ് ആണോ മൈനസ് ആണോ ഇടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. കോട്ടും tan ഇത് രണ്ട് പോസിറ്റീവ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ തുടക്ക ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത്? -15/8 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. നോർമൽ അത് ഇക്വേഷൻ എന്തായിരുന്നു? tan ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. അതിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ അഡ്ജസ്റ്റന്റ് ബൈ ഓപ്പോസിറ്റ് വരും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ മിക്കവാറും ഇവിടെ തരുന്ന A ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ സൈഡിൽ എഴുതാം. ഓക്കെ, ABC മാർക്ക് ചെയ്തു. എയുടെ അടുത്ത് വരുന്ന സൈഡ് ഇതാണ് അഡ്ജസ്റ്റന്റ് സൈഡ്. ഇതിൻ്റെ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് വലിയ സൈഡ്, ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ അഡ്ജസ്റ്റന്റ് സൈഡ് നമുക്കറിയാം. അഡ്ജസ്റ്റന്റ് സൈഡ് തന്നിരിക്കുന്നത് എത്രയാണ്? നമ്മൾ ഈ ട്രയാങ്കിൾ കമ്പയർ ചെയ്ത് കിട്ടുന്ന എത്രയാണ്? 15 ആണ് അല്ലേ. ഇത് 15ഉം ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 8ഉം ആണ്. നമുക്ക് ഹൈപ്പോട്ന്യൂസ് കാണാം. അപ്പോൾ അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈഡാണ് അല്ലേ. അപ്പോൾ വലിയ സൈഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈപ്പോട്ന്യൂസ് കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മറ്റു 2 സൈഡുകളുടെ സ്ക്വയർ കൂട്ടണം. അപ്പോൾ റൂട്ട് ഓഫ് ഓപ്പോസിറ്റിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് അഡ്ജസ്റ്റന്റ് സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് 64 പ്ലസ് 225 എന്ന് വരും. അപ്പോൾ ഇത് ആൻസർ കാണാൻ നമുക്ക് 289 എന്നാണ് വരിക. 289 റൂട്ട് എടുക്കാൻ നമുക്ക് 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കിട്ടുന്നത് എന്താണ്? ഇവിടെ 17 ആണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈനും കോസും ടാനും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർത്ത് ക്വാഡ്രന്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റ് അകത്ത് നമുക്കറിയാം കോസും അതുപോലെ തന്നെ സീക്കും മാത്രമാണ് എന്തായിട്ട് വരുള്ളൂ, പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നേരത്തെ ഇത് പ്രോബ്ലം പോലെ തന്നെ ഇടുമ്പോൾ കോസും സീക്കും മാത്രം പോസിറ്റീവ് ആക്കിയിട്ട് ബാക്കി എല്ലാവരും നെഗറ്റീവ് ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് ഇവിടെ നിന്ന് ഇനി നമുക്ക് വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ട്രിഗണോമെട്രിക് ഇഷ്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് സൈൻ എ എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൈൻ എ എന്ന് തന്നിട്ടുണ്ട്, സൈൻ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് അക്യൂട്ട് ആംഗിൾ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായത് നന്നായി. അതായത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് 0ക്കും 90ക്കും ഇടയിൽ കിടക്കുന്ന ആംഗിൾസിനെയാണ്, അത് ബിറ്റ്വീൻ 0 and 90 അല്ല, അപ്പോൾ ഇടയിൽ കിടക്കുന്ന ആംഗിൾസ്. അപ്പോൾ ഇത് ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഏത് ക്വാഡ്രൻ്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അക്യൂട്ട് ആംഗിൾസ് എവിടെയും കാണുകയാണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ പ്രോബ്ലം ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം, ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൽ രണ്ട് ആംഗിൾ ഉണ്ടല്ലോ. അതിന് മുമ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ, സൈനെയും സൈൻ ബി തന്നിട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ്, സൈൻ ഓഫ് എ മൈനസ് ബി കോസ് ഓഫ് എ പ്ലസ് ബി ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൻ്റെ 4 ഇക്വേഷൻസ് ആദ്യം എഴുതാം. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്. ഓക്കെ, ഇതാണ് സൈൻ ഓഫ് എ പ്ലസ് ബി ഇക്വേഷൻ അല്ലേ. സൈൻ എ കോസ് ബി കോസ് എ സൈൻ ബി. സൈൻ്റെ എപ്പോഴും മിക്സ് ആയിട്ടേ വരത്തുള്ളൂ, സൈൻ കോസ് കോസ് സൈൻ. കണ്ടോ, ഇനി സൈൻ ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ എന്ത് വരും, ഇതേ ഇക്വേഷൻ തന്നെ സൈൻ എ കോസ് ബി നടുഭാഗത്ത് പ്ലസിന് പകരം മൈനസ് ആണെന്ന്. അപ്പോൾ കോസ് എ സൈൻ ബി, ഇതാണ് സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ ഓഫ് എ മൈനസ് ബി. ഇനി അതുപോലെ തന്നെ കോസ് ഓഫ് എ പ്ലസ് ബി കാണാനായിട്ട് കോസ് എ പ്ലസ് ബി ഇക്വേഷൻ ആണ് കോസ് എ കോസ് ബി മൈനസ്, തെറ്റരുത്, ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ്, അത് പ്രത്യേകം ആലോചിക്കുക. കോസിനേസിൽ അങ്ങനെയുണ്ട്, സൈൻ എ സൈൻ ബി. അതുപോലെ കോസ് ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ എന്ത് വരും, കോസ് ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതാണ് നമുക്ക് 4 മെയിൻ ഇക്വേഷൻസ്. ഇത് ഈ പ്രോബ്ലത്തിലേക്ക് ആവശ്യം, ഈ പ്രോബ്ലത്തിലേക്ക് ഇതിൽ 2 ആവശ്യമുള്ളൂ, പക്ഷേ ഇതിൽ ഏതിലൊന്നും ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കൂ, സൈൻ ഓഫ് എ മൈനസ് ബി കാണണമെങ്കിൽ ഇതിൽ ഏത് ഇക്വേഷൻ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതിൽ നമുക്ക് സൈൻ എയും സൈൻ ബിയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ സൈൻ എയും കോസ് ബി ആയിരിക്കും തരാം, ചിലപ്പോൾ സൈൻ എയും ചിലപ്പോൾ കോസ് ബിയും കോസ് എ ആയിരിക്കും തരാം. ഇനി എന്തായിക്കൊള്ളട്ടെ, നമുക്ക് 2 ആംഗിളുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോസ് ബിയും കോസയും കണ്ടെത്തി കഴിഞ്ഞാൽ സൈൻ ഓഫ് എ മൈനസ് ബി കാണാം. അത് തന്നെയാണ് നമുക്ക് കോസ് എ പ്ലസ് ബി കാണാൻ ആവശ്യമുള്ളത്. സൈനെയും സൈൻ തന്നിട്ടുണ്ട്, കോസയും കോസ് ബിയും കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നത് എങ്ങനെയാണ്, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരത്തെ ട്രയാങ്കിൾ വരച്ച പോലെ തന്നെ വരയ്ക്കാം. പക്ഷെ ഇവിടെ 2 ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് വരും, കാരണം നമുക്ക് സൈൻ എയും സൈൻ ബിയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എയുടെ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എ ബി സി തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ എ ബി സി, ഇതിലിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്, സൈൻ എ ആണ് തന്നിരിക്കുന്നത്. സൈൻ എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്, സൈൻ എ ഇസ് ഈക്വൽ ടു 8/70. ഇവിടെ എല്ലാം പ്ലസ് എ വരത്തുള്ളൂ, കാരണം ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ. അപ്പോൾ സൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ന്യൂസ് അല്ലെ, വലിയ സൈഡ് ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 3 ആണ്. അവിടെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് 8ഉം അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് നമുക്ക് 17ഉമാണ്. നമുക്ക് അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഒന്ന് കാണാം. അഡ്ജസ്റ്റൻറ്റ് സൈഡ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എന്താ, ഹൈപ്പോട്ന്യൂസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, ഹൈപ്പോട്ന്യൂസിന് സ്കോർ ചെയ്യുന്ന ആര് കുറയ്ക്കും, ഓപ്പോസിറ്റ് സ്ക്വയർ കുറയ്ക്കും അല്ലേ. അപ്പോൾ √17² മൈനസ് 8² എന്ന് കാണാം. ഇത് കാൽക്കുലേറ്ററിന് ഹെൽപ്പോട് കൂടി കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 15 എന്നാണ്. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമുക്ക് കിട്ടുന്നത് 15 എന്നായിരിക്കും. ഇനി നമുക്ക് മറ്റതുപോലെ ഇവിടെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കാണേണ്ട കാര്യമില്ല, കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുമാത്രമാണ്, നമുക്ക് സൈൻ ഓഫ് എ മൈനസ് ബി കാണാനും കോസ് ഓഫ് എ പ്ലസ് ബി കാണാനുമാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് പരിശോധിച്ച് നമുക്ക് സൈനെ തന്നിട്ടുണ്ട്, ഇനി കോസേ കൂടി ആവശ്യമുള്ളൂ അല്ലേ. നമുക്ക് മറ്റ് ടാനോ പോട്ടോ ഒന്നും ആവശ്യമില്ല, അപ്പോൾ അത് കാണേണ്ട കാര്യമില്ല. അപ്പോൾ കോസേ കാണും. കോസേ ഇക്വേഷൻ പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഈ പ്രോബ്ലംസ് ഇക്വേഷൻസ് വെച്ചും ചെയ്യാം കേട്ടോ. ഇക്വേഷൻസ് വളരെ ഫെമിലിയർ ആയ ആളുകളാണെങ്കിൽ അത് വെച്ചും ചെയ്യാം. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്, അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 15ഉം ഹൈപ്പോട്ന്യൂസ് 17ഉമാണ്. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് പറഞ്ഞാൽ 15/17 വരും. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് ബിയുടെ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അത് ഞാൻ കുറച്ച് വേറെ വരയ്ക്കാം, വേറെ സൈഡിൽ
ഇവിടെ നമുക്ക് ഇവിടെ ബി വരണമല്ലോ, ഇവിടെ ബി മാർക്ക് ചെയ്തു, ഇവിടെ സി, ഇത് ബി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം, ഇവിടെ തന്നിരിക്കുന്നത് ആരാണ്? സൈൻ ബി ആണ് 3/5 തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബി ഇതാണല്ലോ, ഇതല്ല ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് 3ഉം അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ആണ്. ഹൈപ്പോട്ന്യൂസ് വന്നിരിക്കുന്നത് 5 ആണ്. നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് കാണാം. ഓക്കെ, സോ അഡ്ജസൻറ്റ് സൈഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അഡ്ജസൻറ്റ് സൈഡ് കാണുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊരു റൂട്ട് ഓഫ് ഇവിടെ 5 സ്ക്വയർ മൈനസ് നമുക്ക് 3 സ്ക്വയർ. അപ്പോൾ 25 മൈനസ് 9 കിട്ടുന്നത് 16, അത് 4 എന്ന് വരും. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് കിട്ടി 4 എന്ന് കിട്ടി. അപ്പോൾ സൈൻ ബി ഉണ്ട്, നമുക്കിനി കോസ് ബി കൂടെ കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ കോസ് ബി കണ്ടെത്തുകയാണെങ്കിൽ എന്ത് വരും? കോസ് ബി ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ആരാണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് 4ഉം ഹൈപ്പോട്ന്യൂസ് 5 ആണ്. നമുക്കതൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോസ് ബി കിട്ടിയല്ലോ, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ആളുകളൊന്ന് കണ്ടു നോക്കാം. അതായത് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ? സൈൻ ഓഫ് എ പ്ലസ് ബി ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് എ മൈനസ് ബി കാണുകയാണെങ്കിൽ എന്താ വരുന്നത്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നാണ് അല്ലേ? അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈനയുടെ വാല്യൂ കിട്ടി തന്നിട്ടുണ്ട് 8/17 ആണ്. അതുപോലെ തന്നെ ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4/5 ആണ്. മൈനസ് കോസയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 15/17 ആണ്. ഇൻറ്റു കോസൈൻ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3/5 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും കാൽക്കുലേറ്റർ നമുക്ക് എക്സാം ഹാളിലാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 100 MB താഴെയാണ്. അപ്പോൾ ചിലപ്പോൾ ഫ്രാക്ഷൻസും എല്ലാവർക്കും ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ ഈ കിട്ടുന്ന ആൻസർ പോയിന്റ് ഡെസിമലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വഴിയുണ്ട്. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞില്ല, തൽക്കാലം ഈ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് 32 8 × 4 32 ആണ് വരുന്നത്. സൈന് തന്നിരിക്കുന്നത് 8/17, കോസ് ബി കിട്ടിയത് 4/5. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോസ് തന്നിരിക്കുന്നത് കോസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 15/17 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 32/85 15 × 3 ആണ് 45 ഇത് 85 ആണ്. രണ്ട് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ -13 അല്ലേ? -32 മൈനസ് 45 നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് -13 ആണ്. -13/85 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അത് വേണമെങ്കിൽ അത് കൃത്യമായി ഇതിൽ കട്ട് ചെയ്ത് പോകത്തില്ല, പക്ഷേ നമുക്ക് പോയിന്റ് ആൻസർ വരും. പക്ഷെ ഇത് നമുക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ അല്ലാതെ നമ്മൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് വരും? പോയിന്റുള്ള ആൻസർ വന്നു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് പ്ലസ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ AB/C എന്നൊരു കാണാൻ പറ്റും ഒരു കാൽക്കുലേറ്ററിൽ. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യും? ഡെസിമൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനത്തെ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതേ ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ പ്ലസ് മൈനസ് ഒക്കെ വരും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ്റെ ആൻസർ പോസിറ്റീവാണ് വരിക. സോറി, തേർഡ് ക്വാഡ്രൻറ്റും. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുക? ഇവിടെ ടാൻ്റെ ആൻസറും അതുപോലെ തന്നെ കോട്ടിൻ്റെ ആൻസറുമാണ് പോസിറ്റീവ് വരുന്നത്. ഓക്കെ, സൈൻ്റെ ആൻസറും അതുപോലെ തന്നെ കോസിൻ്റെ ആൻസറും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സൈനെ ഉപയോഗിച്ചിട്ട് കോസെ കാണാം, പക്ഷേ നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം കിടക്കുന്ന തേർഡ് ക്വാഡ്രൻ്റാണ്. ഇനി ബി കിടക്കുന്ന സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സൈനും കൊസീക്കും പോസിറ്റീവാണ്. തന്നിരിക്കുന്ന സൈൻ അവിടെ പോസിറ്റീവാണ്, പക്ഷെ നമുക്ക് ഇനി സൈൻ ബി ഉപയോഗിച്ച് കോസ് കാണേണ്ടി വരും. പക്ഷേ കോസ് അവിടെ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ കണ്ട് ചെയ്യാനും ശ്രദ്ധിക്കും. ഓക്കെ.